പ്രതിഭാഗത്തിന്റെ വാദം കേട്ടുകൊണ്ടിരിക്കുകയാണ്. പൾസർ സുനിയുടെ അഭിഭാഷകന്റെ വാദം കേൾക്കുകയാണ്. ശിക്ഷ പരമാവധി കുറച്ചു നൽകണമെന്നാണ് പൾസർ സുനിയുടെ അഭിഭാഷകൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. സ്ത്രീയുടെ ആത്മാഭിമാനത്തെ ഇകഴ്ത്തിയ പ്രതിക്ക് എങ്ങനെയാണ് ശിക്ഷയിൽ ഇളവ് നൽകുക എന്ന ചോദ്യമാണ് പൾസർ സുനിയുടെ അഭിഭാഷകനോട് കോടതി ചോദിച്ചിരിക്കുന്നത്. ഒന്നാം പ്രതി പൾസർ സുനിയുടെ ശിക്ഷയിന്മേലുള്ള വാദം ഇപ്പോൾ നടക്കുകയാണ്. നേരത്തെ പ്രോസിക്യൂഷന്റെ വാദസമയത്ത് പ്രോസിക്യൂഷനും കോടതിയും തമ്മിൽ മുൻപ് പലപ്പോഴും ഉണ്ടായിട്ടുള്ളതുപോലെയുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായി. സമൂഹത്തിന് വേണ്ടിയാണോ ഞാൻ വിധി പറയേണ്ടത് എന്ന് പ്രോസിക്യൂഷനോട് ചോദിച്ചു. അങ്ങനെ ഞങ്ങൾ ആവശ്യപ്പെടുന്നില്ല എന്ന് പ്രോസിക്യൂഷൻ കോടതിയോട് പറയുകയും ചെയ്തു. ഒരു പ്രതിക്ക് പരമാവധി ശിക്ഷയും മറ്റു പ്രതികൾക്ക് കുറഞ്ഞ ശിക്ഷയും നൽകാൻ കഴിയില്ല എന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു. സമൂഹം മുഴുവൻ 8 വർഷമായി ഇരയ്ക്കൊപ്പം നിന്നു എന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ ചൂണ്ടിക്കാണിച്ചു. അപ്പോൾ സമൂഹത്തിന് വേണ്ടിയാണോ വിധി പറയേണ്ടതെന്ന് കോടതി തിരികെ ചോദിച്ചു. പരാതിക്കാരിയായ നടിക്ക് വേണ്ടി ആരെങ്കിലും ഹാജരുണ്ടോ എന്ന് കോടതി ചോദിച്ചു. വക്കാലത്തുണ്ട്, പക്ഷെ ആരും ഹാജരായിട്ടില്ല എന്ന് കോടതി ചൂണ്ടിക്കാണിച്ചു. ഇങ്ങനെ പ്രോസിക്യൂഷനും കോടതിയും തമ്മിലുള്ള വാദപ്രതിവാദം എന്ന നിലയിൽ തന്നെ പ്രോസിക്യൂഷന്റെ ചില വാദങ്ങളെ കോടതി പരിഹസിക്കുക കൂടി ചെയ്തു. ഇനിയും അന്വേഷണമുണ്ടോ എന്ന മട്ടിൽ പരിഹസിക്കുക കൂടി ചെയ്തു എന്നുള്ളത് കാരണം ഇപ്പോൾ ശിക്ഷ പരമാവധി കുറച്ചു നൽകണമെന്ന് പൾസർ സുനിയുടെ അഭിഭാഷകൻ ആവശ്യപ്പെടുന്നു. സ്ത്രീയുടെ ആത്മാഭിമാനത്തെ ഇകഴ്ത്തിയ പ്രതിക്ക് എങ്ങനെയാണ് ശിക്ഷ ഇളവ് നൽകാൻ കഴിയുക എന്ന് കോടതി ചോദിച്ചു. പുതിയ 2013 ശേഷം വന്ന നിയമം, അതായത് നിർഭയ സംഭവത്തിന് ശേഷം വന്ന റേപ്പ് കുറ്റകൃത്യങ്ങൾക്ക് ശിക്ഷ കഠിനമാക്കിയ കാര്യം കൂടി കോടതി ഇപ്പോൾ പൾസർ സുനിയുടെ അഭിഭാഷകനെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതായത് പൾസർ സുനിയോട് യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയുമില്ല എന്ന നിലപാടാകാം ഇത്. വാദത്തിനിടെയുള്ള സംസാരമാണ്. വിധി ഈ 2 വാദവും കേട്ടതിന് ശേഷം പിന്നീടാണ് പറയുക. ഇന്ന് ഉച്ചയ്ക്ക് ശേഷമായിരിക്കും അത് എന്ന് നമുക്ക് വിചാരിക്കാം. ഈ 6 പ്രതികളുടെയും അഭിഭാഷകരെ കേട്ടതിന് ശേഷം, ഈ 6 പ്രതികളുടെയും അഭിഭാഷകരെ കേട്ടതിന് ശേഷം, പ്രോസിക്യൂഷനെയും പ്രതിഭാഗത്തെയും കേട്ടതിന് ശേഷം കോടതി വാദങ്ങൾ നോട്ട് ചെയ്തതിന് ശേഷം അന്തിമ വിധി പ്രഖ്യാപനം, അതായത് ശിക്ഷാവിധി പ്രഖ്യാപിക്കും. ഇന്ന് തന്നെ വിധി ഉണ്ടാകും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം. ശിക്ഷാ ഇളവ് പ്രതികൾ ആവശ്യപ്പെടുകയാണ്. ശിക്ഷ പരമാവധി കുറച്ചു നൽകണമെന്നാണ് പൾസർ സുനിയുടെ ആവശ്യം. ഓരോരുത്തരുടെയും പങ്ക് വേറെ പരിശോധിക്കണം എന്ന ആവശ്യം പ്രതിഭാഗം മുന്നോട്ട് വയ്ക്കുകയാണ്. ഓരോരുത്തരും ചെയ്ത ഈ കുറ്റകൃത്യത്തിൽ അവരവരുടെ റോൾ അനുസരിച്ചുള്ള ശിക്ഷയാണ് അവർക്ക് കൊടുക്കേണ്ടത് എന്നുള്ളതാണ് പ്രതിഭാഗത്തിന്റെ വാദം. അതേസമയം ഈ മറ്റു പ്രതികളുടെ സഹകരണം ഇല്ലാതെ പൾസർ സുനിക്ക് കുറ്റകൃത്യം നടത്താൻ കഴിയുമായിരുന്നില്ല. അതുകൊണ്ട് എല്ലാവർക്കും ഒരേ ശിക്ഷ നൽകണം, അതായത് പരമാവധി ശിക്ഷ നൽകണം, ഇളവുകളില്ലാത്ത ജീവപര്യന്തം നൽകണം എന്നുള്ളതാണ് ആവശ്യം.